ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ. അയ്യോ സുര ഇല്ല, ഞാൻ എല്ലാ ദിവസവും ലൈവിൽ വരാറുണ്ടല്ലോ, എല്ലാ ദിവസവും വരാറുണ്ട്. ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. നബിദിനത്തിൻ്റെ വിഷയങ്ങൾ പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പരുവിങ്ങൽ ബ്ലോഗ്, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. സുഖമാണ് സുഹൃത്തെ, സുഖാണ്. സുനിത ഷിജു ഹായ്. ഹരിബൂൾ ഹായ് മാഡം, ഹായ്. അനസേ ഹലോ. ഇപ്പോൾ ബുദ്ധി കൊണ്ടുള്ള കളിയാണ് ജൂതന്മാര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും തമ്മിലുള്ള ഒരു ഗെയിം. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, സിറിയയുണ്ട്, യമനുണ്ട്, ലെബനനുണ്ട്, തുർക്കിയുണ്ട്, ഈജിപ്റ്റ് ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുമിച്ച് നിൽക്കാൻ. പക്ഷേ തലച്ചോറ് ഉപയോഗിക്കാൻ 1 കോടിക്കകത്തു മാത്രം ഉള്ള ജൂതന്മാർ, മറ്റത് കോടാനുകോടി ജനങ്ങൾ. യഥേഷ്ടം സംഘടിതമായ ശക്തികൾ എമ്പാടും ഭീകരവാദ സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നൊന്ന് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ജൂതൻ ഒലിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്തായി? ജൂതൻ ഒലിച്ചു പോയോ? അതോ ജൂതനെ പേടിച്ചു മറ്റുള്ളവർ ഒലിച്ചു പോയോ? അപ്പോൾ എപ്പോഴും നമ്മള് എതിരാളിയെ നിസ്സാരനായി കാണുന്നതിന്റെ പ്രശ്നമാണിത്. ചില വിജയുടെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഭയങ്കര ഓട്ടപ്പന്തയങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഫിസിക്കലും അതുപോലെ കാർ റേസിങ്ങും ഒക്കെ വെക്കാറുണ്ട്, ബൈക്ക് റേസിങ്ങും ഒക്കെ. ഇവൻ്റെത് പൊട്ടം കാറുകളും ബൈക്കുകളും ഒക്കെ ആയിരിക്കും. പക്ഷേ വർക്കിലാണ് കാര്യമെന്ന് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോ ലെബനൻ കുറേ ആയി ഒരു കാര്യവുമില്ലാതെ ഇസ്രായേലിനെ ചൊറിയുന്നു. ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ലെന്ന് എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാം. അവര് തമ്മിലുള്ള കുടിപ്പകയും 6-ാം നൂറ്റാണ്ടിന്റെ വർഗവിരോധവും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നാളെയോ മറ്റന്നാളിലോ അവസാനിക്കുകയുമില്ല. അതിനെ ഏറ്റുപിടിച്ച് ലെബനനും യമനിലെ ഹൂതികളും അങ്ങ് ഇറങ്ങി. എന്നാണോ ഗാസയെ ഇസ്രായേൽ വെറുതെ വിടുന്നത്, എന്നാണോ ഗാസയ്ക്കുമേൽ ഇസ്രായേലിന്റെ ഉപരോധം അവസാനിക്കുന്നത്, അതുവരെ ഞങ്ങളും ഹമാസിനോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് അന്നു മുതൽ ലെബനൻ ഒരു ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു, വേറൊരു ഭാഗത്ത് നിന്ന് ഹൂതികൾ ചെങ്കടൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആക്രമിക്കുന്നു. ശരി, എത്ര പോകുമെന്ന് നോക്കാം എന്ന് ഇസ്രായേലും അങ്ങ് കരുതി. ഇസ്രായേലിന് അറിയാം എങ്ങനെയാണ് ഇവരെ വരുതിയിൽ കൊണ്ടുവരേണ്ടതെന്ന്. ഒടുവിൽ ലെബനനെ ഞെട്ടിച്ച് തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയയിൽ, അതുപോലെ കിഴക്കൻ ബെക്ക താഴ്വരയിലും പ്രാദേശിക സമയം ഉച്ചയൊന്ന് തിരിഞ്ഞിട്ടേ ഉള്ളൂ 3:30 മണിയോടുകൂടി സ്ഫോടനങ്ങളുടെ പരമ്പര തുടങ്ങി. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. ഈ ഹിസ്ബുള്ളയുടെ നേതാവിനെയാണ് ഇറാന്റെ അകത്ത് കയറി ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അലക്കിയത്. ഹമാസിന്റെ പ്രിയപ്പെട്ട നേതാവായ ഇസ്മായിൽ ഹനിയയുടെ തല കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇറാനോ ഹിസ്ബുള്ളയ്ക്കോ. അത്രയ്ക്ക് കൊത്തി അരിഞ്ഞു കളഞ്ഞു ഇസ്രായേൽ. അവർക്ക് നിലനിൽക്കണ്ടേ? അപ്പൊ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങളിൽ ഏകദേശം 1 മണിക്കൂറോളം സ്ഫോടനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ 100 കണക്കിന് പേജറുകളാണ് പൊട്ടിത്തെറിച്ചതായിട്ട് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. പേജറുകൾ മുഴങ്ങിയതിനു ശേഷമാണ് ചില സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സിറിയയിലും ഇതേ സമയം പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മൊബൈൽ ഫോണുകൾക്ക്
മുമ്പ് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണമാണ് ഈ പേജർ. SMS പോലെ സന്ദേശം കൈമാറാൻ മാത്രമേ പറ്റൂ. കോള് വിളിക്കാനൊന്നും പറ്റില്ല. ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്തത് കൊണ്ടാണ് ഹിസ്ബുള്ള പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇപ്പോഴും പേജറിനോട് പ്രിയമേറുന്നതും അതിന്റെ ഉപയോഗം അവർ വർദ്ധിപ്പിക്കുന്നതും. ലൊക്കേഷനും നീക്കങ്ങളും മറ്റും ഇസ്രായേൽ കണ്ടുപിടിക്കുമോ എന്ന് ഹിസ്ബുള്ളയുടെ നേതാവായ ഹസൻ നസറുള്ളയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് മൊബൈൽ ഫോൺ നമുക്ക് വേണ്ട, ആൻഡ്രോയിഡ് സിസ്റ്റങ്ങൾ നമുക്ക് വേണ്ട, അതൊക്കെ ഒഴിവാക്കി വളരെ കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചു വന്നിരുന്നത്. പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലാണ് എന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. താരതമ്യേന ചെറിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. പേജർ ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അതിനടുത്തായി നിന്നിരുന്ന വ്യക്തിക്കോ മാത്രമാണ് മരണം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തത്. വിരലുകൾക്കും പേജർ സൂക്ഷിച്ചിരുന്ന ഭാഗത്തിനും മറ്റുമൊക്കെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. പേജറിലെ സന്ദേശം വായിച്ചു കൊണ്ടിരുന്നവരുടെ മുഖത്തും പരിക്കേറ്റു. സ്ഫോടനങ്ങള് പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ വലിയ നാശനഷ്ടങ്ങൾക്കോ തീപിടുത്തങ്ങൾക്കോ കാരണമായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പുറത്തു വിടരുത് എന്ന ഇറാന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഹിസ്ബുള്ള ഇതുവരെ തങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഫോടനങ്ങളുടെ കാരണം കണ്ടെത്താൻ സുരക്ഷാ ശാസ്ത്രീയ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. ഇവര് തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രായേൽ ഉണ്ടാക്കുന്ന ആക്രമണങ്ങളുടെ വ്യാപ്തി ഇവർ അന്വേഷിച്ചു തുടങ്ങുമ്പോഴേക്കും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ തലയും ഇസ്രായേൽ എടുത്തിട്ടുണ്ടാകും. അത്ര വേഗതയേറിയ സിസ്റ്റങ്ങളാണ് ജൂതന്റെ തലച്ചോറിൽ നിന്നും ഉരുത്തിരിയുന്നത്. ബാറ്ററികൾ പൊട്ടിത്തെറിച്ചതും അമിത ചൂടും സ്ഫോടന കാരണമായി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളുടെ ബാറ്ററി ചൂട് പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ഹാക്കിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ തന്നെ ആരോപിക്കുന്നത്. ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പേജറുകളെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് വിദൂരമായി പ്രവർത്തിപ്പിച്ചതാകാനും സാധ്യതയുണ്ട്. ആസൂത്രിതമായ സ്ഫോടനമായിരുന്നെങ്കിൽ മാസങ്ങൾ മുതൽ 2 വർഷം വരെ തയ്യാറെടുപ്പ് ആവശ്യമാണ് എന്ന് വിദഗ്ധർ പറയുന്നു. ആ വിദഗ്ധർ തന്നെ പറയുന്നു, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത് ഇസ്രായേലിന് സാധിച്ചത്? ലെബനനിലും സിറിയയിലും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ചയാണ് പേജർ സ്ഫോടന പരമ്പരയുണ്ടാകുന്നത്. മുമ്പ് ഇതുവരെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നു, ഞങ്ങൾ കേട്ടിട്ടില്ല. അത്തരം ഒരു ആക്രമണ തന്ത്രമാണ് ഇപ്പോൾ മൊസാദ് പ്രയോഗിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഹിസ്ബുള്ള ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നു, പുറത്തുവിട്ടിട്ടില്ല. 3000-ഓളം ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹിസ്ബുള്ള ആരോപിക്കുമ്പോൾ മൊസാദിന് അവരുടെ ലക്ഷ്യത്തിലേക്ക് കടക്കുക എന്നതാണ് പ്രധാനം. ഞങ്ങളാണത് ചെയ്തത് എന്ന് ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടി മുമ്പോട്ട് വരാറില്ല മൊസാദോ ഇസ്രായേലോ ഒന്നും. ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹിസ്ബുള്ളയ്ക്ക് അറിയാം, ഇറാൻ അറിയാം, യമൻ അറിയാം. അവർ ആരോപിക്കുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമെങ്കിലും. അത്യധികം സങ്കീർണമാണ് എന്ന് തോന്നിക്കുന്ന ഈ ആക്രമണം എങ്ങനെ സംഭവിച്ചു എന്നതിന്റെ കൃത്യമായ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാനും ഹമാസും ലെബനനും അന്വേഷിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഇവർ ഈ അന്വേഷണവുമായി മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത പുതിയ രൂപത്തിലുള്ള ആക്രമണം വന്നുകൊണ്ടിരിക്കും. ഇസ്രയേലിന്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് മൊബൈൽ ഉപയോഗിക്കാതെ ഈ പാവങ്ങള് ആശയവിനിമയ മാർഗമായിട്ട് ഈ തീവ്രവാദികളായ പാവത്തുങ്ങള് ഹിസ്ബുള്ള ടീം പേജറിനെ ആശ്രയിക്കുന്നത്. അക്കങ്ങളും അക്ഷരങ്ങളുമുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന
ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണല്ലോ ഈ പേജർ. ഒരിക്കലും മൊസാദിന് ഇതിന്റെ പ്രവർത്തനം അറിയാൻ കഴിയില്ലെന്നും ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്നും നമ്മൾ സുരക്ഷിതരാണെന്നും വിചാരിച്ച് സുലഭമായി ഉപയോഗിച്ചു വന്നു. പക്ഷേ ജൂതന്റെ കാഞ്ഞ ബുദ്ധിയും വിളവുമല്ലേ. മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നതിന് വേണ്ടിയല്ല ജൂതന്മാർ അവരുടെ ബുദ്ധിയും കഴിവും എഫേർട്ടും ടൈമും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അവര് കണ്ടുപിടിച്ച നൂതനമായ മാർഗങ്ങളാണ് നമ്മളും ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗൂഗിൾ മാപ്പ് അടക്കം. എല്ലാവർക്കും കിട്ടുന്നില്ല അതിന്റെ ബെനിഫിറ്റുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്ന് ഗൂഗിൾ പേ ഇല്ല എന്ന് വിചാരിക്കുക, മറ്റ് ഫോണിന്റെ ആപ്ലിക്കേഷൻ സിസ്റ്റങ്ങൾ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, ആൻഡ്രോയിഡ് ഇല്ല, ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ല. ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ലെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നും ഉണ്ടാകില്ലല്ലോ. എങ്ങനെയിരിക്കും ഇനിയുള്ള നമ്മുടെ മുന്നോട്ട് പോക്ക്? പോകാൻ പറ്റും, അതിനേക്കാൾ നൂതനമായി മറ്റൊരു സംവിധാനം കണ്ടെത്തുമ്പോൾ. ഇപ്പോഴത്തെ നമ്മുടെ പോക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവരും ഗൂഗിൾ പേ ഒക്കെ ആശ്രയിക്കുന്നവരാണിന്ന്. എല്ലാവരും മൊബൈൽ ഫോണിലാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്തിട്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഒരു അപകടം ഉണ്ടായാൽ ഒന്ന് വിളിച്ചു പറയാൻ ഒരു ഫോൺ നമ്പർ പോലും നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല. നമ്മുടെ മൊബൈൽ ഫോണിലാണ് അത് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതില്ലാത്ത ലൈഫ് കുറച്ച് സങ്കീർണമായിരിക്കും. 1996 ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹിയ അയ്യാഷിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹിയ അയ്യാഷിന്റെ മരണം. ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 3:45 ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും സ്ഫോടന പരമ്പര അരങ്ങേറിയത്. പടക്കങ്ങളും വെടിയൊച്ചകളും പോലെ ചെറിയ സ്ഫോടന ശബ്ദങ്ങൾ ഉയരുന്നതിന് മുമ്പ് ആളുകളുടെ പോക്കറ്റുകളിൽ നിന്ന് പുക ഉയരുന്നതാണ് ആദ്യം കണ്ടത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കടയിൽ നിൽക്കുന്ന ഒരാളുടെ ട്രൗസർ പോക്കറ്റ് പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രാരംഭ സ്ഫോടനം കഴിഞ്ഞ് 1 മണിക്കൂറോളം സ്ഫോടന പരമ്പര തുടർന്നതായിട്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അധികം താമസിച്ചില്ല, ലെബനന്റെ വിവിധ ആശുപത്രികളിൽ സമാനമായ പരിക്കുകളോടുകൂടി ആയിരക്കണക്കിന് ആളുകൾ എത്തുകയും അധികൃതർ പരിഭ്രാന്തിയോടെ ഓടുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്? എവിടെയെങ്കിലും മിസൈൽ ആക്രമണം ഉണ്ടായോ? എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മൾ എതിരാളിയെ ദുർബലനാണെന്നും നിസ്സാരനാണെന്നും വിചാരിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഇനിയെങ്കിലും മുറിയന്മാര് തിരിച്ചറിയുമോ? ആക്രമണം സംബന്ധിച്ച് പല വിധത്തിലുള്ള അനുമാനങ്ങളാണ് വിദഗ്ധർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പക്കൽ പേജർ എത്തുന്നതിന് മുമ്പ് തന്നെ മൊസാദിന്റെ കൈകളിലാണ് ഇത് എത്തിയത്. മൊസാദ് തീരുമാനിച്ചു ഇത് എത്ര പേര് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എപ്പോഴാണ്